Okay, welcome to Real Analysis class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ക്യൂസ് തിയറം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു തിയറം നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, അവിടെ വെച്ച് നിങ്ങൾ വീഡിയോ യു മസ്റ്റ് പോസ്റ്റ് ദ വീഡിയോ ആൻഡ് ഫൈൻഡ് ദ പ്രൂഫ് യുവർ സെൽഫ്സ്. ഇഫ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, then modulus of xn converges to mod x. Modulus of xn, that is absolute value of that sequence, converges to the absolute value of the limit. If a sequence x equal to xn converges to x, xn is a sequence, if x equal to xn is a sequence of real numbers such that xn converges to x, then modulus of xn converges to mod xn. If x equal to xn is a sequence of real numbers such that xn converges to x, then modulus of xn converges to mod xn. Mod x. If limit xn equal to x, limit of mod xn equal to that is if limit of xn is equal to x, then limit of mod xn is equal to mod x. ഇതാണ് തെളിയിക്കേണ്ടത്, ഇതാണ് തിയറം. അപ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു തിയറോ ഒരു പ്രൂഫാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രൂഫ് എല്ലാവരും വീഡിയോ ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്രൂഫ് ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രൂഫ് എത്രത്തോളം ശരിയാണെന്ന് ബാക്കി വീഡിയോ കണ്ടതിന് ശേഷം ക്ലിയർ ആക്കുക. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ആൻസർ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് വീഡിയോ ബാക്കി കാണാൻ പാടുള്ളൂ. അപ്പോൾ നോക്കുക എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കുക. പ്രൂഫ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡുലസ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു മോഡ് എക്സ് എന്നാണ്. അപ്പോൾ ഒരു സീക്വൻസ് മോഡ് എക്സ് എന്നെ നമുക്ക് മോഡ് എക്സ് എൻ എന്ന സീക്വൻസിനെ നമുക്ക് എക്സ് എൻ എന്ന സീക്വൻസ് ആണ്, ഒരു മോഡ് എക്സ് എൻ എന്ന സീക്വൻസ് ആണ്. അപ്പോൾ മോഡ് എക്സ് എൻ എന്നുള്ള സീക്വൻസിനെ ഞാനൊരു ടി എൻ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡ് എക്സ് എൻ എന്ന സീക്വൻസിനെ ടി എൻ എന്ന സീക്വൻസ് വിചാരിച്ചാൽ നമുക്ക് ടി എൻ കൺവേർജസ് ടു മോഡ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം മോഡുലസ് ഓഫ് ടി എൻ മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടുന്നത്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഫോർ എവരി എപ്സിലോൺ വി ഹാവ് ടു ഫൈൻഡ് എ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ടി എൻ മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇതാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ എടുത്തു വെച്ചു. ഏതൊരു എപ്സിലോണിന് നമുക്ക് എന്ത് കിട്ടണം, മോഡുലസ് ഓഫ് ടി എൻ മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ ദാറ്റ് എപ്സിലോൺ ആവണം, ഒരു സ്റ്റേജിന് ശേഷം, ഒരു കെക്ക് ശേഷം. അപ്പോൾ ഒരു എപ്സിലോൺ എടുത്തു വെച്ചു. ആർബിട്രറി ആയിട്ട് എപ്സിലോൺ എടുത്തു വെച്ചു. സിൻസ് xn converges to x, xn xലേക്ക് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഫോർ ദ എബോവ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists k belongs to n such that modulus of xn minus x less than epsilon for every n greater than or equal to k. ഇതുണ്ടാവുമല്ലോ ഡെഫിനിഷൻ, xn converges to x ൻ്റെ ഡെഫിനിഷൻ എഴുതി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മോഡ് xn മൈനസ് നൗ മോഡുലസ് ഓഫ് ടി എൻ മൈനസ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടി എൻ എന്താ, മോഡ് എക്സ് എൻ ആണ്. മോഡുലസ് ഓഫ് മോഡ് എക്സ് എൻ മൈനസ് മോഡ് എക്സ്, ഇതും എക്സ് എൻ മൈനസ് എക്സും തമ്മിലുള്ള ബന്ധം എന്താ, ബൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. അപ്പോൾ ഇവിടുത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം ട്രയാങ്കിൾ ഇനീക്വാലിറ്റി, അത് മാത്രം മതി. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ്. മോഡ് എക്സ് എൻ മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ്, നമുക്കറിയാം മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി. നൗ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. This is less than epsilon for every n greater than or equal to k. Therefore, mod xn minus mod x less than epsilon for every n greater than or equal to k. Therefore, modulus of xn converges to mod x. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരൊറ്റ സ്റ്റെപ്പാണുള്ളത്. എന്താണ് ആ സ്റ്റെപ്പ്? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി. അപ്പോൾ എപ്പോഴും എക്സനും എക്സും തമ്മിലുള്ള അകലത്തേക്കാൾ എപ്പോഴും കുറവായിരിക്കും മോഡ് എക്സനും മോഡ് എക്സും തമ്മിലുള്ള അകലവും. അതുകൊണ്ട് ഇത് തന്നെ എക്സൻ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് എത്ര ചെറിയ എപ്സിലോണിനേക്കാളും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാളും ചെറിയ ക്വാണ്ടിറ്റിയാണ് മോഡ് എക്സൻ മൈനസ് മോഡ് എക്സ് എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി ആ എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും. മറ്റേ സെയിം കേക്ക് എക്സൻ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കേക്ക് കിട്ടുമല്ലോ, ഏതൊരു എപ്സിലോണിനും ഒരു കേക്ക് കിട്ടും. ദ സെയിം കെ വർക്ക്സ് ഫോർ മോഡ് എക്സൻ ഓൾസോ. എക്സനിന് വർക്ക് ചെയ്യുന്ന കെ തന്നെ, ആ സ്റ്റേജ് തന്നെ മോഡ് എക്സനിനും വർക്ക് ചെയ്യും എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് വേറൊരു തിയറം
Okay. Okay, if x equal to xn be a sequence of real numbers that converges to x, and suppose that xn greater than or equal to 0, and now the theorem, if x equal to xn is a sequence of positive real numbers such that sequence of real numbers that converges to x, such that xn converges to x, and suppose xn greater than or equal to 0, xn positive and xn greater than or equal to 0 for every n, then root of xn, okay, root of xn in the sequence root of xn also converges, okay, of positive square roots converges, and limit of root xn equal to also converges, and limit of root xn, limit of the sequence equal to root x ആണ് വരിക. അപ്പോൾ എക്സ് എൻ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ടേംസ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ റൂട്ട് ഡിഫൈൻഡ് ആവുള്ളൂ. സീക്വൻസ് ഇപ്പോൾ -1 -2 -3 -4 എക്സെട്ര എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എന്നിൻ്റെ സീക്വൻസ് ആണെങ്കിൽ അതിൽ റൂട്ട് ഡിഫൈൻഡ് ആവില്ല. റൂട്ട് -1 റൂട്ട് -2 റൂട്ട് -3 ഒക്കെ എന്തായി പോകും, കോംപ്ലക്സിലേക്ക് പോകും. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. നമുക്ക് റിയലാണല്ലോ ഉള്ളത്. റിയൽ ആകുമ്പോൾ പോസിറ്റീവ് ടേംസിൻ്റെ റൂട്ട് എടുക്കണം, സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ എക്സനുകളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ റൂട്ട് എക്സൻ റൂട്ട് എക്സൻ ഡിഫൈൻഡ് ആവും. അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സൻ എന്ന സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്ന പറഞ്ഞാൽ കൺവേർജ് ചെയ്യുമെന്ന് മാത്രമല്ല റൂട്ട് എക്സിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാം? പ്രൂഫ് ഇപ്പോൾ രണ്ട് കേസായിട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യണേ. എന്തുകൊണ്ടെന്ന് നമുക്ക് പ്രൂഫിൽ മനസ്സിലാവും. കേസ് 1, എക്സ് ഈക്വൽ ടു 0, എക്സ് 0 ആകുമ്പോൾ എക്സ് ആൻഡ് കൺവേർജസ് ടു 0 ആകുമ്പോൾ നമ്മൾ ഒരു വട്ടം പ്രൂവ് ചെയ്യും. പിന്നെ എക്സ് 0 അല്ലാത്ത കേസിലും പ്രൂവ് ചെയ്യും. ഓക്കെ, എക്സ് 0 ആകുമ്പോൾ മറ്റേ പ്രൂഫ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് നോക്കുക നമുക്ക് എന്തുകൊണ്ടാണ്. എക്സ് ഈക്വൽ ടു 0, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ ലെറ്റ് അപ്സിലോൺ ഗ്രേറ്റർ, ഓക്കെ സോറി, since xn converges to x, okay, case 1 x equal to 0 എടുത്തു ഞാൻ. ഒരു അപ്സിലോൺ ആർബിട്രറി എടുത്ത് വെച്ചു. ലെറ്റ് അപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. ഒരു അപ്സിലോൺ ആർബിട്രറി എടുത്ത് വെച്ചു. സിൻസ് xn converges to x for the above epsilon greater than 0, അപ്സിലോൺ സ്ക്വയറും അതിനേക്കാളും ചെറിയ റിയൽ നമ്പർ ആവും. അപ്സിലോൺ ചെറിയ റിയൽ നമ്പർ ആകുമ്പോൾ അപ്സിലോൺ സ്ക്വയർ 0-1 ഒക്കെ ഇടയിലുള്ള ചെറിയ നമ്പർ ആകുമ്പോൾ 1നേക്കാൾ താഴെ ആകുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ വീണ്ടും ചെറുതാവുക ചെയ്യുക. അപ്പോൾ അപ്സിലോൺ സ്ക്വയറും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ തന്നെയാണ്. അപ്സിലോൺ ചെറുതാണെങ്കിൽ അപ്സിലോൺ സ്ക്വയറും വളരെ ചെറുതാവും. എത്ര ചെറുതെടുത്താലും നമുക്ക് കിട്ടും there exists a k belongs to n such that modulus of xn minus x, ഇവിടെ xn since xn converges to 0 ആണല്ലോ, ഇവിടെ x 0 ആണല്ലോ, modulus of xn minus 0 less than അപ്സിലോൺ സ്ക്വയർ എന്ന് എടുക്കുക. നമുക്ക് അപ്സിലോൺ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ കണ്ടെത്തുക. എത്ര ചെറിയ നമ്പറിനും കെ കിട്ടാവില്ലോ. അപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും കെ കിട്ടും, അപ്സിലോൺ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടും കെ കിട്ടും, അപ്സിലോൺ ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ടും കെ കിട്ടും. എത്ര ചെറുതെടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേജ് കെ കിട്ടും. അപ്പോൾ അപ്സിലോൺ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ കിട്ടി. ഓക്കെ, ആ കേക്ക് ശേഷം എന്താ പ്രത്യേകത? ആ കേക്ക് ശേഷം ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ xn - 0 ലെസ് ദാൻ അപ്സിലോൺ സ്ക്വയർ ആണ്. വിച്ച് ഇംപ്ലൈസ് മോഡ് എക്സൻ, എക്സൻ ഒക്കെ പോസിറ്റീവ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എക്സൻ ഒക്കെ പോസിറ്റീവ് ആണ്. അപ്പോൾ മോഡ് എക്സൻ എന്ന് പറഞ്ഞാൽ എക്സൻ തന്നെ എക്സൻ ലെസ് ദാൻ അപ്സിലോൺ സ്ക്വയർ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, വിച്ച് ഇംപ്ലൈസ് റൂട്ട് ഓഫ് എക്സൻ സ്ക്വയർ റൂട്ട് എടുത്താൽ റൂട്ട് ഓഫ് അപ്സിലോൺ സ്ക്വയർ എന്നാണ് അപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, വിച്ച് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് റൂട്ട് എക്സൻ -0 less than epsilon for every n greater than or equal to k. So for an arbitrary epsilon we got a k such that k എടുത്തതാ ഈ k തന്നെ മതി, ഈ k തന്നെ വർക്ക് ചെയ്തോളൂ, നേരത്തെ k തന്നെ വർക്ക് ചെയ്തോളൂ. എക്സൻ 0ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കെ കിട്ടുമല്ലോ, ഏത് എപ്സിലോണിന് ഒരു കെ കിട്ടുമല്ലോ, ആ കെ തന്നെ വർക്ക് ചെയ്തോളൂ. ആ കേക്ക് ശേഷം തന്നെ എന്ത് വരും? റൂട്ട് എക്സൻ -0 ലെസ് ദാൻ എപ്സിലോൺ, ദെയർഫോർ റൂട്ട് എക്സൻ കൺവേർജസ് ടു 0. അപ്പോൾ ഈ കേസിൽ എക്സ് 0 ലിമിറ്റ് 0 ആവുന്ന കേസിൽ എന്താവുന്നുണ്ട്? ലിമിറ്റ് 0 ആകുന്ന കേസിൽ റൂട്ട് എക്സൻ കൺവേർജസ് ടു റൂട്ട് എക്സ്, റൂട്ട് എക്സൻ കൺവേർജസ് ടു 0 ഈക്വൽ ടു റൂട്ട് 0. റൂട്ട് 0 എന്ന് പറയാം നമുക്ക്. സോ റൂട്ട് എക്സൻ കൺവേർജസ് ടു റൂട്ട് 0, റൂട്ട് 0 ആണ്. അപ്പോൾ റൂട്ട് എക്സൻ കൺവേർജസ് ടു റൂട്ട് എക്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ്, കേസ് 2.
കേസ് 2 പ്രൂവ് ചെയ്യുക എക്സ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എന്ത് വരും നമുക്കറിയാം, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നൗ മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് എന്താ വരിക? ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി, മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ്. മോഡുലസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡും ചെയ്തു. അപ്പോൾ കുഴപ്പമില്ലല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റൂട്ട് എക്സ് എൻ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് എൻ മൈനസ് റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ്. Now root xn plus root x is always greater than or equal to root x. കാരണം എന്താ? റൂട്ട് എക്സ് എൻ എപ്പോഴും പോസിറ്റീവാണ്, എക്സ് എൻ ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് എക്സ് എനും പോസിറ്റീവാണ്, റൂട്ട് എക്സ് എൻ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി റൂട്ട് എക്സിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് റൂട്ട് എക്സിനേക്കാൾ വലുതാവും. അതുകൊണ്ട് തന്നെ 1/√xn പ്ലസ് റൂട്ട് എക്സ് എന്താ വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√x ആ വരിക. ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസ് എക്സ്. മോഡത്തത് മോഡ് എക്സ് എൻ മൈനസ് മോഡുലസ് ഓഫ് എ ബൈ ബി ഈസ് ഈക്വൽ ടു മോഡ് എ മൈ മോഡുലസ് ഓഫ് എ ബൈ ബി ഈസ് മോഡ് എ ബൈ മോഡ് ബി. സോ മോഡുലസ് ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ എന്നുള്ളത് എന്ത് വരും? 1/, ഈ കാര്യം ആരെക്കാൾ ചെറുതാ? 1/, ഈ കാര്യം 1/√x ചെറുതാണ്, ഇൻറ്റു 1/√x എന്ന് വരും. അപ്പോൾ 1/√x വലിയ കാര്യം ഇവിടെ റൈറ്റ് സൈഡ് കൊടുക്കുമ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും, വലത്തെ സൈഡ് വലുതാവും. ഈ ക്വാണ്ടിറ്റിനേക്കാൾ ഈ 1/this എന്ന് പറഞ്ഞാൽ 1/√xn പ്ലസ് റൂട്ട് എക്സ് എന്ന ഈ ക്വാണ്ടിറ്റിക്ക് പകരം അതിലും വലുതായ 1/√x ആണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം വലുതാവും. സോ ഇങ്ങനെ കിട്ടി. Therefore ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി അപ്സിലോൺ എടുക്കുമ്പോൾ അപ്സിലോൺ എടുക്കുമ്പോൾ കെ എങ്ങനെ ചൂസ് ചെയ്യേണ്ടി വരുമെന്ന്. ഓക്കെ, എങ്ങനെ എടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്സിലോൺ നോക്ക്, ഏത് അപ്സിലോണിനും നമുക്ക് എന്ത് ചെയ്യുക? ഇനി നമ്മൾക്ക് എന്ത് ഉപയോഗിക്കുക? എക്സ് എൻ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സ് എൻ മൈനസ് എക്സിനെ എത്ര വേണമെങ്കിലും ചെറുതാക്കുക. അത് എത്രത്തോളം ചെറുതാക്കണം എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരാണെങ്കിൽ എക്സ് എൻ എക്സിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര ചെറുതാണെങ്കിലും അതിലേക്കാളും കുറയ്ക്കാൻ പറ്റും നമുക്ക്. സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് ഫോർ ദ എബോവ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഫോർ ദ എബോവ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a k belongs to n such that modulus of xn minus x ലെസ് ദാൻ ഈ അപ്സിലോണിനേക്കാളും കുറയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് അപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ്. ഇപ്പോൾ സപ്പോസ് റൂട്ട് എക്സ് ഇപ്പോൾ എക്സ് ഒരു 0.001 ആണെങ്കിൽ റൂട്ട് എക്സ് അതിലും ചെറുത്, വളരെ ചെറിയ നമ്പർ ആയിരിക്കും, 0.0001 0.001 ഓക്കെ 0.001 ആണെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ കുറച്ച് വലുതാവുക ചെയ്യുക. ഏതായാലും ചെറിയ സംഖ്യ ആയിരിക്കും. അപ്പോൾ അപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും അപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അപ്സിലോണിനേക്കാൾ ചെറുതിനേക്കാളും കുറയ്ക്കാൻ പറ്റും. അപ്സിലോൺ എടുത്താൽ റൂട്ട് എക്സ് ഒരു ഫിക്സഡ് നമ്പർ ആണല്ലോ. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഒരു ഫിക്സഡ് നമ്പർ ആണല്ലോ. എക്സിന് ഒരു എക്സിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സഡ് നമ്പറിലേക്കാണല്ലോ കൺവേർട്ട് ചെയ്തത്. ഒരൊറ്റ സീക്വൻസ് ആണല്ലോ അത് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫിക്സഡ് നമ്പറിലേക്കാണല്ലോ. ആ ഫിക്സഡ് നമ്പർ, അപ്പോൾ അപ്സിലോൺ ഇൻറ്റു ആ ഫിക്സഡ് നമ്പർ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഫോർ ദ എബോവ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ഈസ് ഓൾവേസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. കാരണം അപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് അപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതെവിടുന്ന് കിട്ടി? എക്സ് പോസിറ്റീവാണ്. അതെവിടുന്ന് കിട്ടി? എക്സ് എന്നുകളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് എഫ് എക്സ് എൻ ആയ എക്സും പോസിറ്റീവ് ആണെന്നൊരു തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. എക്സ് എന്നുകളൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ലിമിറ്റ് എക്സ് എൻ ഈസ് ഓൾവേസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഒരു തിയറി ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അപ്സിലോൺ ഇൻറ്റു സ്ട്രിക്ട്ലി തന്നെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയത് എക്സും ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് അപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്തായാലും ചെറിയ നമ്പർ ആയിരിക്കും, അതിലും കുറവ്. എത്ര വേണമെങ്കിലും നമുക്ക് ചെറുതാക്കാം, ഇതിലും ചെറുതാക്കാം. ഓക്കെ, ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. Therefore ഫ്രം 1 ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഫ്രം 1 എന്താ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസ് എക്സ് ആരെക്കാൾ ചെറുതാ? അപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ്. അപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു 1/√x ക്യാൻസൽ ചെയ്താൽ ഈക്വൽ ടു അപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എന്ത്? റൂട്ട് ഓഫ് modulus of root x n minus root x less than epsilon for every n greater than or equal to k. Since epsilon is arbitrary, root x n converges to root x. Okay, this is the theorem. This is the proof of the theorem.
ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഒറ്റ കാര്യം കൂടി ചെയ്യാം, ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യാം, ഒരു ചെറിയൊരു തിയറം. ഇപ്പോൾ നമുക്കൊരു ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കും, ഒരു സീക്വൻസ് xn ഈക്വൽ ടു n/2n. ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. കൺവേർജ് ചെയ്യുമോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കറിയില്ല, അതിൻ്റെ ലിമിറ്റും അറിയില്ല, കൺവേർജ് ചെയ്യുമോ എന്ന് തന്നെ അറിയില്ല, കൺവേർജ് ചെയ്യുമോ ഡൈവേർജ് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടെസ്റ്റ് ഇതാണ്. ലെറ്റ് xn be a sequence of positive real numbers. ഓക്കെ, ലെറ്റ് x ഈക്വൽ ടു xn be a sequence of പോസിറ്റീവ് ആണ്, അത് അടി വരയ്ക്കുക, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, such that L equal to limit of xn plus 1 by xn. limit of xn plus 1 by xn ആണ് എന്ത്? L exists. If L less than 1 exists. If capital L is less than 1, then xn converges and limit xn equal to 0. xn converges and limit xn is equal to 0. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ, അപ്പോൾ നോക്ക്, എക്സനുകളൊക്കെ പോസിറ്റീവ് ടേംസ് ആണെങ്കിൽ, എക്സനൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താ നോക്ക്, n എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്, ഡൈവേർജൻ്റ് ആയി പോവുക ചെയ്യുന്നത്. 2/n അതേമാതിരി വലുതായി പോവുക ചെയ്യുന്നത്. പക്ഷെ റേഷ്യോ എടുക്കുമ്പോൾ ചെറുതാവുമല്ലോ. റേഷ്യോ എടുക്കുമ്പോൾ അത് എങ്ങോട്ട് പോകും? 1ലേക്കാണോ പോവുക, 0ലേക്ക് പോവുമോ, അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോവുമോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുക, ഇതിന് ഈ ടെസ്റ്റ് ഉപയോഗിച്ചാൽ മതി. കാരണം ഈ ടെസ്റ്റിന് പോസിറ്റീവ് ടേംസാണ് വേണ്ടത് സീക്വൻസിൽ. ഇതാ n/2n ഒക്കെ പോസിറ്റീവാണ്, ഫുള്ള് പോസിറ്റീവാണ്, എന്നും പോസിറ്റീവാണ്, 2/n പോസിറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ് ടേംസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഓക്കെ, clearly here proof. നോക്ക്, സിൻസ് xn greater than or equal to 0 for every n, xn plus 1 by xn എന്തായിരിക്കും? greater than or equal to 0 ആയിരിക്കും. therefore L greater than or equal to 0 ആയിരിക്കും. കാരണം ഇത് എല്ലാ ടേമും പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റും പോസിറ്റീവ് ആണെന്ന് നമ്മൾ തിയറം പഠിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ തിയറം ഒന്നും കൂടി പറയുന്നു. xn ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് xn പോസിറ്റീവ് ആണ്. സോ L greater than or equal to 0 ബൈ തിയറം സ്റ്റാർ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ തിയറത്തിൻ്റെ പേര് നിങ്ങൾ എഴുതണം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു തിയറം? xn ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് xn പോസിറ്റീവ് ആണെന്നുള്ള തിയറത്തിന് എന്തെങ്കിലും ഒരു പേര്, ആ തിയറത്തിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലെ എത്രാമത്തെ തിയർ 2.3.1 എന്നോ എന്തെങ്കിലും ഒരു പേരുണ്ടാവും, അത് കൊടുക്കുക. ഓക്കെ, സ്റ്റാർ എന്ന് കൊടുക്കുകയാണെങ്കിൽ കുറേ എണ്ണത്തിന് സ്റ്റാർ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ L greater than or equal to 0. ഇനി ഓക്കെ, let R belongs to R such that L less than 1 ആണല്ലോ, 0 less than or equal to L less than R less than 1. എന്തായാലും L less than 1 ആയതുകൊണ്ട്, ക്യാപിറ്റൽ L less than 1 ആയതുകൊണ്ട്, രണ്ട് റിയൽ നമ്പർ ആണല്ലോ, രണ്ട് റിയൽ നമ്പറിൻ്റെ ഉള്ളിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? അൺകൗണ്ടബിളി മെനി റിയൽ നമ്പേഴ്സ് പിന്നെയും ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെടുക്കുക. L-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ ആരുണ്ട്? L+1/2 ഉണ്ട്, L+1/3, L+1/4, അങ്ങനെ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഒരാളെടുക്കുക, ഒരു ആറിനെ എടുക്കുക, L less than R less than. ടേക്ക് epsilon equal to R minus L which is greater than 0. കാരണം എന്താ? L less than R ആയതുകൊണ്ട് R minus L എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് റിയൽ നമ്പറിനെ ഞാൻ ചൂസ് ചെയ്തു, എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്തു. ടേക്ക് എപ്സിലോൺ ഈക്വൽ ടു R minus L which is greater than 0. ഓക്കെ, സിൻസ് ലിമിറ്റ് xn plus 1 by xn is equal to L for the above epsilon greater than 0. For the above epsilon greater than 0, ഇപ്പോൾ എടുത്ത ഈ എപ്സിലോൺ പോസിറ്റീവിന്, for the above epsilon greater than 0 there exists a k belongs to n such that modulus of xn plus 1 by xn, ഈ സീക്വൻസിൻ്റെ nth ടേം എന്താ? xn plus 1 by xn മൈനസ് L less than epsilon for every n greater than or equal to k, which implies, എനിക്ക് ഇങ്ങനെ പറയാം, മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn plus 1 by xn മൈനസ് L less than epsilon for every n greater than or equal to k എന്ന് പറയാം. ഇവിടെ വായിക്കുകയാണ്. ഈ ഇതിൽ റൈറ്റ് സൈഡ് മാത്രമേ ഞാൻ എടുത്ത്, ഈ റൈറ്റ് സൈഡ് മാത്രം എടുക്കുന്നു. which implies xn plus 1 by xn less than L plus epsilon. ഈ എല്ലിന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ L plus epsilon for every n greater than or equal to k.
which implies xn plus 1 by xn less than, what is L plus epsilon? L plus epsilon is, ഇവിടുന്ന് കിട്ടും L plus epsilon is equal to R എന്ന് കിട്ടും. L plus epsilon is R. L ഇങ്ങോട്ട് എടുത്താൽ L plus epsilon is equal to R. less than R for every n greater than or equal to k. Kക്ക് ശേഷമുള്ള എല്ലാ എന്നുകൾക്കും ഇത് ലെസ് ദാൻ ഇതാണ്. അതിൻ്റെ അർത്ഥം xn plus 1 less than R into xn. R into ഈ xn ഇങ്ങോട്ട് എടുക്കുക. xn plus 1 less than R into xn. ഇങ്ങനെ കിട്ടി. ഇതൊരു റെക്കറൻസ് ഫോർമുലയാണ്. xn plus 1 less than R into xn. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ R into, നോക്കി xn ലെസ് ദാൻ എന്തെന്ന് എഴുതാ? xn plus 1 ലെസ് ദാൻ R xn ആണെങ്കിൽ, xn plus 1 ലെസ് ദാൻ R xn ആണെങ്കിൽ xn ലെസ് ദാൻ R into xn minus 1 എന്ന് പറഞ്ഞൂടെ? xn എന്താ, ഈ ഇതിൻ്റെ സ്ഥാനത്ത് xn എന്ന് വിചാരിക്കുക. അപ്പോൾ ലെസ് ദാൻ R ഇൻറ്റു ഒന്ന് കുറച്ചത്, അപ്പോൾ xn നിന്ന് ഒന്ന് കുറച്ചത് xn മൈനസ് 1. അതേപോലെ xn മൈനസ് 1 എന്തെന്ന് പറയാം? ലെസ് ദാൻ R ഇൻറ്റു xn മൈനസ് 2 എന്ന് പറയാം, എക്സെട്ര ഇങ്ങനെ പറയാം. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എന്ത് പറയാം? R ഇൻറ്റു xn മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു R സ്ക്വയർ xn മൈനസ് 1. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റി ഇങ്ങനെ എഴുതുന്നു. which implies xn plus 1 less than R into xn, which is less than R square xn minus 1, which is less than R cube xn minus 2, less than etc. xk into xkയിൽ അവസാനിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പോയിട്ട് ഇത് നോക്ക് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇത് n നിന്ന് കുറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇത് എവിടെ എത്തുള്ളൂ? k വരെ ഇവിടെ ശരിയാവുള്ളൂ. ഈ കാര്യം ആവുന്ന മിനിമം സഫിക്സ് എന്താ? k ആണ്. k 1000 ആണെങ്കിൽ അല്ലെ 100 ആണെങ്കിൽ 100 വരെ, x100 വരെ ഇത് ശരിയാവുള്ളൂ, അതിൻ്റെ താഴേക്ക് പോകില്ല. എക്സ് കുറഞ്ഞ് വരികയാണ്. xn മൈനസ് 1, xn മൈനസ് 2, xn മൈനസ് 3 എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. കുറഞ്ഞ് ഏകദേശം എവിടെത്തും? ഇപ്പോൾ k 100 ആണെങ്കിൽ 100 വരെയാണ് ഇത് ശരിയാവുള്ളൂ. 99 ഇത് ശരിയല്ല. 99 ഈ ഇനീക്വാലിറ്റി ശരിയല്ല. 100 വരെ ശരിയാണ്. 100ഉം അതിൻ്റെ മുകൾക്കുമാണ് ശരി, 100ഉം അതിൻ്റെ മുകളിലേക്കും ശരിയാണ്, പക്ഷേ 100ന് താഴേക്ക് ശരിയല്ല. അപ്പോൾ ഇവിടെ xk വരെ വരും. മിനിമം xk ആണ്. xk ആകുമ്പോൾ എന്ത് വരും നോക്ക്? ഇവിടെ ശരിക്കും നോക്ക്, ഇവിടെ സഫിക്സ് എന്നും ആറിൻ്റെ പവർ 1ഉം ആണ്. സഫിക്സും പവറും കൂടി കൂട്ടിയാൽ എത്ര വരിക? n പ്ലസ് 1. സഫിക്സ് n മൈനസ് 1 പവർ 2 കൂട്ടിയാൽ എത്ര വരിക? n മൈനസ് 1 പ്ലസ് 2 n പ്ലസ് 1, n മൈനസ് 2 പ്ലസ് 3 n പ്ലസ് 1. അപ്പോൾ എല്ലാം സഫിക്സും എക്സിൻ്റെ സഫിക്സും ആറിൻ്റെ പവറും കൂടി കൂട്ടുമ്പോൾ n പ്ലസ് 1 ആണ് വരുന്നത്. അതുകൊണ്ട് ആറിൻ്റെ പവർ കൂട്ടിയാൽ n പ്ലസ് 1 വരണമെങ്കിൽ ഈ കെയിലേക്ക് n പ്ലസ് 1 മൈനസ് k വരണം. ദാറ്റ് ഈസ് n മൈനസ് k പ്ലസ് 1 വരണം. ഓക്കെ, n മൈനസ് k പ്ലസ് 1 വരുമ്പോഴാണ് ഇത് കൂട്ടിയാൽ എന്ത് വരിക? കെയും ക്യാൻസലായി പോവും, n പ്ലസ് 1 എന്ന് വരിക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അപ്പോൾ ഇവിടെ വിച്ച് ഇംപ്ലൈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാരണം xn പ്ലസ് 1 ഒക്കെ 0നേക്കാൾ വലുതാണല്ലോ. വിച്ച് ഇംപ്ലൈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn പ്ലസ് 1 ലെസ് ദാൻ xk ബൈ r റേസ് ടു k ഞാൻ c എന്ന് വിളിച്ചാൽ r റേസ് ടു n പ്ലസ് 1, വേർ ക്യാപിറ്റൽ C ഈക്വൽ ടു, ക്യാപിറ്റൽ C ഇവിടെ എന്താ? r റേസ് ടു n പ്ലസ് 1 കൊണ്ട് ഒഴിവാക്കിയാൽ പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ഒരു xk ഉണ്ടാവും, ഡിവൈഡഡ് ബൈ എന്തും ഉണ്ടാവും? r റേസ് ടു kയും ഉണ്ടാവും. xk ഇൻറ്റു r റേസ് ടു മൈനസ് kനെ പുറത്തെടുത്തപ്പോഴാണ് ബാക്കി r റേസ് ടു n പ്ലസ് 1 ഇവിടെ വന്നത്. അപ്പോൾ c എന്താ? xk ബൈ r റേസ് ടു k, xk ബൈ r റേസ് ടു k. സോ xn പ്ലസ് 1 ലെസ് ദാൻ c ഇൻറ്റു r റേസ് ടു n പ്ലസ് 1. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സീക്വൻസിലെ nth ടേം ലെസ് ദാൻ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു കൺവേർജൻ സീക്വൻസും ആണെങ്കിൽ, ഇപ്പം നമുക്കറിയാം എങ്ങനെ xn ലെസ് ദാൻ ഓർ ഈക്വൽ c ഇൻറ്റു an ആണ്. an കൺവേർജസ് ടു 0 ആണെങ്കിൽ xn കൺവേർജസ് ടു 0 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു തിയറത്തിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. അതേ കേസിലാണ് ഇത്. ആറിൻ്റെ വില എന്താ? ആറ് എവിടെ കിടക്കുന്നത്? 0ൻ്റെയും 1ൻ്റെയും ഉള്ളിലാണുള്ളത്. 0യുടെയും 1ൻ്റെയും ഉള്ളിലാണ് ഉള്ളത്. അങ്ങനെയാണ് 0 ലെസ് ദാൻ r ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ നൗ ലിമിറ്റ് ഓഫ് r റേസ് ടു n പ്ലസ് 1 ഈക്വൽ ടു 0 സിൻസ് 0 ലെസ് ദാൻ r ലെസ് ദാൻ 1. Therefore xn plus 1 converges to xn plus 1 converges to 0 എന്നുള്ളതിന് പകരം നമുക്ക് xn തന്നെ n പ്ലസ് 1th ടേമും n പ്ലസ് 1th ടേം എന്ന് പറഞ്ഞാൽ വൺ ടൈൽ കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്നാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണല്ലോ. അപ്പോൾ xn plus 10 കൺവേർജസ് എന്ന് പറഞ്ഞാൽ
എക്സ് എൻ പ്ലസ് 10 കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് എൻ കൺവേർജസ് ആണ്. കാരണം എന്താ, ഇതും രണ്ടും എന്താ വ്യത്യാസം? ടെയിലാണിത്. ഇത് 10 ടെയിലാണ്, 10th ടൈൽ കൺവേർജ് ചെയ്യണമെന്നും സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് സെയിം തന്നെയാണ്. സീക്വൻസ് കൺവേർജ് ചെയ്താൽ ടൈൽ കൺവേർജ് ചെയ്യും, ടൈൽ കൺവേർജ് ചെയ്താൽ സീക്വൻസ് കൺവേർജ് ചെയ്യും. അപ്പോൾ അത് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എൻ കൺവേർജസ് ടു 0. ഓക്കെ, ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? എക്സ് എൻ കൺവേർജസ് ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു 0, ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.